ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി 400ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. നെക്സ്റ്റ്ജൻ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉടമ പ്രസീദാണ് തട്ടിപ്പിന്റെ ആസൂത്രകൻ. കുറഞ്ഞ വിലയിൽ കമ്പ്യൂട്ടർ വാഗ്ദാനം ചെയ്ത് 4 കോടി രൂപയിലേറെ പ്രസീദ് തട്ടിയെടുത്തെന്നാണ് പരാതി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കുറഞ്ഞ വിലയിൽ കമ്പ്യൂട്ടറുകൾ വാഗ്ദാനം ചെയ്ത കോടികളാണ് തിരുവനന്തപുരം സ്വദേശിയായ പ്രസീദ് തട്ടിയത്. വില കൂടിയ കമ്പ്യൂട്ടറുകൾ പകുതി വിലയിൽ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് പ്രസീദ് ഉപഭോക്താക്കളെ ആകർഷിച്ചത്. പട്ടത്തും പൂജപ്പുരയിലും പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ജെൻ സിസ്റ്റത്തിന്റെ മറവിൽ പ്രസീദ് തട്ടിയത് ഒന്നും രണ്ടുമല്ല 4 കോടി രൂപ. പണം മുൻകൂർ വാങ്ങിയ പ്രസീദ് കമ്പ്യൂട്ടറുകൾ നൽകിയില്ല. ഇതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. കാസ്ട്രോ പോലുള്ള ആൾക്കാർ ഗെയിമേഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് ട്രസ്റ്റ് ആണെന്ന് വിചാരിച്ചാണ് നമ്മൾ അതിൽ പോയി പെട്ടത്. സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ കമ്പ്യൂട്ടർ പുള്ളിക്കാരൻ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ്. ഞാൻ കൊടുത്തത് 76,000 രൂപയാണ്. പക്ഷേ ഇതിൽ 6 ലക്ഷം രൂപയ്ക്ക് വരെ കൊടുത്ത ആൾക്കാരുണ്ട്. പണം തിരിച്ചു ചോദിച്ചവർക്ക് പ്രസീദ് നൽകിയ ചെക്കുകൾ മടങ്ങി. തുടർന്നാണ് ഉപഭോക്താക്കൾ പോലീസിനെ സമീപിച്ചത്. മെഡിക്കൽ കോളേജ്, പൂജപ്പുര പോലീസ് സ്റ്റേഷനുകളിൽ പ്രസീദിനെതിരെ പരാതി പ്രവാഹമാണ്. സ്കാം ചെയ്തുവെന്ന് മനസ്സിലായ ശേഷവും പുള്ളിക്കാരൻ പൈസ തരുമെന്ന് പ്രതീക്ഷിച്ച് കുറച്ച് നാളും കൂടി ഇരുന്നു. പുള്ളിക്കാരൻ തരില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് FIR കൊടുത്തത്. പണം നഷ്ടമായവരുടെ പരാതിയിൽ പൂജപ്പുര പോലീസ് പ്രസീദിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ നഷ്ടമായ പണം തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പ്രസീദിന്റെ തട്ടിപ്പിന് ഇരയായവരിൽ ഏറെയും സാധാരണക്കാരാണ്. കടം വാങ്ങിയാണ് പലരും കമ്പ്യൂട്ടർ വാങ്ങാൻ നെക്സ്റ്റ് ജെൻ സിസ്റ്റത്തിൽ പണം നൽകിയത്. ഇനി കമ്പ്യൂട്ടർ ലഭിച്ചില്ലെങ്കിലും പണമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്ന മാനസികാവസ്ഥയിലാണ് തട്ടിപ്പിന് ഇരയായവർ. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റോഷിപാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വാർത്ത എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്ത റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഏത് രീതിയിലായിരുന്നു ഈ പ്രസീദിന്റെ തട്ടിപ്പ്? എത്രത്തോളം പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്? വിനീത, കഴിഞ്ഞ വർഷമാണ് പ്രസീദ് തട്ടിപ്പ് തുടങ്ങി. ഏതാണ്ട് 4 വർഷക്കാലമായി തിരുവനന്തപുരത്ത് പട്ടത്തും പൂജപ്പുരയിലുമായി പ്രസീദിന്റെ ഉടമസ്ഥതയിലുള്ള നെക്സ്റ്റ് ജെൻ എന്ന ഈ കമ്പ്യൂട്ടർ സ്ഥാപനം പ്രവർത്തിക്കുന്നു. നേരത്തെ തന്നെ ഇതേ മാതൃകയിൽ വലിയ വില കൂടിയ കമ്പ്യൂട്ടറുകൾ വളരെ വില കുറച്ച് പകുതി വിലക്കൊക്കെ വിൽപ്പന നടത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നു. വ്ളോഗർമാരെയും യൂട്യൂബർമാരുടെയും സഹായത്തോടെ വലിയ പ്രചാരണം കൊടുക്കുന്നു ഈ ഓഫറുകൾക്ക്. അതനുസരിച്ച് ആളുകൾ, കേരളത്തിലെമ്പാടുമുള്ള നിരവധി യുവാക്കൾ, പ്രത്യേകിച്ച് ഈ മേഖലയിലെ പ്രൊഫഷണൽസുകളാണ് ഈ നെക്സ്റ്റ് ജെൻ എന്ന പ്രസീദിൻ്റെ ഉടമസ്ഥതയുള്ള കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്നും കമ്പ്യൂട്ടറുകൾ വാങ്ങാനായി പണം നൽകുന്നത്. അവിടെ കമ്പ്യൂട്ടർ വാങ്ങാനെത്തുമ്പോൾ അതിൻ്റെ മുഴുവൻ തുകയും മുൻകൂറായി അടയ്ക്കണം. 30 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടറുകൾ നൽകുകയുള്ളൂ. ആ തരത്തിൽ അവരൊക്കെ പണം നൽകുന്നു, അതിൻ്റെ റെസിപ്റ്റ് കൊടുക്കുന്നു. പക്ഷേ ഈ ദിവസം 30 പിന്നിടുമ്പോഴോ 60 ദിവസം പിന്നിട്ടാലോ ഈ കമ്പ്യൂട്ടറുകൾ നൽകുന്നില്ല എന്നതാണ് പ്രധാന കാര്യം. ഏതാണ്ട് നവംബർ മാസം മുതൽ, 2022 നവംബർ മാസം മുതൽ പണം നൽകിയ ആർക്കും കമ്പ്യൂട്ടർ ലഭിച്ചിരുന്നില്ല എന്നത് അതിനു ശേഷമാണ് പിന്നീട് പരാതികൾ ഉയർന്നത്. ഈ 2022 അവസാന കാലത്ത് ഇത്തരത്തിൽ തട്ടിപ്പ് തുടങ്ങിയെങ്കിലും തട്ടിപ്പ് അറിയാതെ 2023 ജനുവരി മുതൽ അങ്ങോട്ട് പണം നൽകിയവരും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഒട്ടേറെ പേർ പിന്നീട് പണം നൽകി, അവരുടെ പണമൊക്കെ നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഇത് ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത് പരാതിയായി വന്നത്. പലവട്ടം ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കമ്പ്യൂട്ടർ ലഭിക്കാതിരുന്നിട്ടും ഈ ഓഫീസിൽ, നെക്സ്റ്റ് ജെൻ്റെ ഓഫീസിൽ പോയപ്പോൾ പൂജപ്പുരയിലെ ഓഫീസ് അടച്ചുപൂട്ടി. പിന്നീട് പട്ടത്തെ ഓഫീസ് മാത്രമായിരുന്നു പ്രവർത്തിക്കുന്നത്. ഉടൻ തന്നെ കമ്പ്യൂട്ടർ നൽകാം എന്ന് മറുപടി പറഞ്ഞേക്കുമായിരുന്നു. പിന്നീട് കമ്പ്യൂട്ടർ വേണ്ട, ഞങ്ങൾക്ക് പണം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവർക്കൊക്കെ ചെക്ക് കൊടുത്തു. ഈ പ്രസീദിൻ്റെ ഈ സ്ഥാപനം, നെക്സ്റ്റ് ജെൻ്റെ ഉടമസ്ഥതയുള്ള ആ സ്ഥാപനത്തിൻ്റെ ചെക്ക് ലീഫായിരുന്നു കൊടുത്തത്. പക്ഷേ ആ ചെക്കുകളൊക്കെ ബാങ്ക് മടക്കുകയായിരുന്നു. ഈ അക്കൗണ്ടുകളിൽ പണമില്ല. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൂജപ്പുര പോലീസാണ് പ്രസീദിനെ കഴിഞ്ഞ ദിവസം ഒളിച്ചു താമസിക്കുന്ന എറണാകുളത്തെ ഇടത്തു നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികളുണ്ട്. ഒപ്പം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതികളുണ്ട്. പൂജപ്പുരയിൽ 4 കേസാണ് പരാതികളിൽ എടുത്തത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലാണ് പ്രസീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പോലീസ് റിമാൻഡിലുള്ള പ്രസീദിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രസീദിൻ്റെ നിലവിലെ ബാങ്ക് അക്കൗണ്ടുകളിലൊന്നും പണമില്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും തട്ടിപ്പ് നടത്തിയ പണം എവിടേക്ക് പ്രസീദ് മാറ്റി എന്നത് പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നു. പക്ഷേ ഈ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ പാവങ്ങളാണ്, വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്. ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പലരും പണം കടം വാങ്ങിയാണ് ഈ വില കുറഞ്ഞ രീതിയിൽ കമ്പ്യൂട്ടർ ലഭിക്കുമ്പോൾ അതിനായി അഡ്വാൻസ് കൊടുത്തത്. ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെ ഈ തട്ടിപ്പിനിരയായി പലർക്കും ഈ കമ്പ്യൂട്ടർ കൃത്യസമയത്ത് ലഭിക്കാത്തതുകൊണ്ട് അവരുടെ അവസരങ്ങൾ നടക്കമുള്ള പരാതികൾ എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ റോഷിപാൽ?
സംശയമില്ല വിനീത, ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊഫഷണൽസിനെ കൃത്യമായി ചൂഷണം ചെയ്യുകയായിരുന്നു. കാരണം ഗ്രാഫിക്സ് കാർഡിനൊക്കെ മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് ഈ പ്രസീദ് എന്ന ഈ യുവാവ് ഓഫർ ചെയ്തത്. തിരുവനന്തപുരം സ്വദേശിയായ പ്രസീദിൻ്റെ ഈ ഓഫറിനകത്ത് ഈ വാഗ്ദാനങ്ങളിൽ വീണുപോയതാണ്. പക്ഷേ യുവാക്കളൊക്കെ പറയുന്നത് ഏറ്റവും അറിയപ്പെടുന്ന വ്ളോഗർമാരൊക്കെ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനമാണെന്ന് ഈ പ്രസീദിൻ്റെ സ്ഥാപനത്തെ പുകഴ്ത്തുന്നത് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ്. അത്തരത്തിൽ വ്ളോഗർമാരെയും യൂട്യൂബർമാരെയും വശത്താക്കിക്കൊണ്ട് അവരെ കൊണ്ടാണ് പ്രചാരണം നടത്തിച്ചത് പ്രസീദ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിനീത, 4 കോടി രൂപയിലേറെയാണ് പ്രസീദ് തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ആർ റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.